എന്താടാ ഷോപ്പ് ഇന്നും തുടങ്ങിയ ആരുടേത്? അവനോടെ കണ്ടിട്ടില്ലല്ലോ. എടാ അനിലിന്റെ പുതിയ കമ്പനിക്കാരനാ ജാങ്കോ. ഒടുക്കത്തെ കൊട്ടേഷൻ ടീമാ. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്താടത് ഇന്ന് നീ തോറ്റ? എന്താടത്? അയ്യേ ഏ രാജാ രാജാതി രാജനക്ക് രാജാ രാജാതി രാജനക്ക് രാജാ ഏ രാജാ രാജാതി കിരീടമില്ലാത്ത രാജകുമാരൻ. നിർത്ത് 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 വണ്ടി നിർത്ത്. എന്താ വണ്ടി നിർത്താൻ? ആരത്? എൻ്റെ അമ്മയുടെ മോളാ. ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ്. നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രേറ്റ് പോയാൽ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ ഈ പെൺപിള്ളേരെ പിന്നാലെ? മാർട്ടി, നിനക്ക് എന്നെ ഇഷ്ടാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവം കൊച്ചാടാ. ആ നല്ല ഇട്ടിട്ടുമ്പോ പഠിക്കും. ഒരു ജാതിയും മതം ദൈവം മനുഷ്യരെന്ന് നമ്മെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ എന്താ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. 3, 4, 2, 1. ഹായ് ഡ്യൂഡ്. എന്തോ താനെന്താ ഇവിടെ? എനിക്കിന്ന് ഇവിടെ അല്ലേ ഡ്യൂട്ടി. എന്ത് ഡ്യൂട്ടി? മറ്റേ അന്വേഷണം ഞാൻ വന്നാണ്. ഏതാ? ഡ്യൂട്ടിന്റെ ഫ്രണ്ടാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ. ഹലോ, താൻ ഇങ്ങോട്ട് വന്നേ. താൻ ഇങ്ങോട്ട് വന്നേ. ഈ കേസിന്റെ അന്വേഷണം. എക്സ്ക്യൂസ് മീ, ആ ഫോൺ ഒന്ന് തരുമോ? ഒരു കോൾ ചെയ്യാനാ. താങ്ക് യു. പറയട്ടെ കേക്ക് ഡ്യൂടെ. എന്ത്? ഞാൻ പറഞ്ഞ ആ കേസിലെ പെണ്ണാണ് ഈ പെണ്ണ്. യോ, കോള് കിട്ടുന്നില്ല. ആദ്യം ഒന്ന് പോയി കുളിക്ക്. 3 മാസം മുമ്പ് ഞാൻ കുളിച്ചതാണ് ഡ്യൂടെ. ഇനി കുളിച്ച് എനിക്ക് പനി വരും, അതുകൊണ്ടല്ലേ. ഇതെന്ത് സംഭവം? ഇവരൊക്കെ ഏതാ? ഓട്ടോ പോട്ടെ. പോവാണോ? എടാ പോട്ടേന്ന്. നിനക്ക് നാണാവില്ലേ ഈ അമ്മായിമാരെ പിന്നാലെ നടക്കാൻ? ആ ഒരു സ്ത്രീ ആയിട്ട് അവരുടെ ജോലിയിൽ ആ ചില മോശം വഴിയോടെ ആ സഞ്ചരിക്കേണ്ടി വരും. മനസ്സിലായോ? നീ വണ്ടി എടുക്ക്. നീ പിന്നാലോട് വേഗോട്ടെ. പോട്ടെ പോട്ടെ. ഞാൻ നോക്കിട്ട് വരാം. ആരാ ഫോട്ടോ എടുക്കരുത്. ഞാൻ പോടി ഇവരുടെ ചേട്ടനാ. നീ ഇവിടെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ നിന്നെ ഫോളോ ചെയ്യുമായിരുന്നു. ഇനി നിനക്ക് രക്ഷയില്ല. എടാ പോട്ടോ. അയ്യോ, ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ പണം എത്ര വേണമെങ്കിലും കൊടുത്തോളാം. പണമാ? എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച നീ തന്നെ അവളെ കെട്ടണം. കെട്ടാനോ? ഞാനോ? പിന്നല്ലാതെ ഇവിടെ ഇനി വേറെ ഏത് തണ്ടി കെട്ടും? അയ്യോ അയ്യോ, അത് കെട്ടാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിയാതെ കെട്ടാൻ പറ്റില്ലെന്ന് നിയമമുള്ളത്. ശരി, 3 മാസം കഴിഞ്ഞു മതി. ഇനി വാക്ക് തെറ്റിച്ച ഈ പോളിയാരണം നീ അറിയും. ഇല്ലില്ല, വാക്ക് മാറ്റത്തില്ല. എടി, നിന്നെ ഈ ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വൃത്തികെട്ടൊരു ചേട്ടനുണ്ടാവും ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനിയെന്താ? പിന്നെ 3 മാസത്തിന്റെ കാര്യം നീ മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല. മറന്ന വേണമെങ്കിൽ എന്റെ തല വെട്ടിക്കോ. തല വെട്ടണോ അതോ വെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും അഞ്ജു അങ്കിളിനെ സമ്മതിച്ചു. എങ്ങനെ ഒപ്പിച്ചു വന്നോ? ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി അങ്ങേരെ ഞാൻ ചേട്ടാന്നേ വിളിക്കും. ശ്രീ എന്തോ ഈ പറയുന്നേ? ഈ പ്രായത്തിൽ അയാള് ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ആലോചിച്ചു കാണും. അല്ലേ തന്നെ പെണ്ണിനെ കണ്ടാൽ അറിയില്ലേ? ഒരു ഡോളി.
ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ചത്തിട്ടൊന്നുമില്ല. ആന്റി കഴിച്ചോ? കഴിച്ചു. ആ അഞ്ജു, പ്ലംബർ വന്നിട്ടുണ്ട്, മോളിലുണ്ട്. ഓക്കെ ആന്റി. TV നോക്കിക്കൊണ്ടിരി. ആ ചേച്ചി, അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടേ. ബാൽവിന് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു, ആ ടാപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 500 രൂപ. എടേ, നിന്റെ അടുത്ത് ഞാൻ എപ്പോ വരാൻ പറഞ്ഞത്? അണ്ണാ പണി ഉണ്ടായിരുന്നു. ഓഹോ, 500 രൂപ വേണ്ട. പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ്. 300 രൂപ നിനക്ക് മതി. നിന്നോട് ഞാൻ രാവിലെ അല്ലേ വരാൻ പറഞ്ഞത്? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 2 വട്ടം വെള്ളമില്ലാതെ പോയി. എന്റെ അണ്ണാ, അതിന് ഞാനാണ് അണ്ണാ വെള്ളം ഒഴിച്ചത്. ഓ, വലിയ കാര്യമായി പോയി. ഡേയ് പോളെ. ബാക്കി മതി പോ 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 പോ. എടേ, എന്താണ് ഇങ്ങോട്ടൊന്ന്. കോപ്പേ, ഇനിയും നിന്നെ ഞാൻ കാണുമ്പോ മുഖത്ത് താടി ഉണ്ടാവും കേട്ടോ. അപ്പോ അല്ല പിന്നെ കഥാകാരനാവാൻ വേണ്ടി താടി വളർത്തിയപ്പം കണ്ട കൂറ പ്ലംബറും ഡ്രൈവറും എല്ലാവരും താടി. മോളെ അഞ്ജു, തണ്ടടേ, ആണുങ്ങൾ ചെയ്യേണ്ട പണി ആണുങ്ങൾ തന്നെ ചെയ്യണം കേട്ടാ. 200 200. ഞാൻ മറ്റേ ബ്രഷ് പോയി. എന്ത് കോല ഇത്? ഹലോ, ശീതൽ സാറേ, എനിക്ക് വൈകുന്നേരം ഒന്ന് സാറിനെ കാണാൻ പറ്റുമോ? എന്താ സാറേ കാര്യം? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാ സാറേ. ശരി. ഇങ്ങനെ കാര്യം 3/4 മണിക്കൂറായി പോയിട്ട്. ഒരു തരത്തിൽ ഈ അസ്തമയ സൂര്യനും ഞങ്ങൾ പോലീസുകാരും ഒരുപോലെയാ അല്ലേ സാറേ? നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തുന്ന പകരക്കാരനെ കാത്തു നിൽക്കാൻ പോലും കൂട്ടാക്കാതെ ഡ്യൂട്ടി മതിയാക്കി വീട്ടിലേക്ക് പോകുന്ന പോലീസുകാരൻ. അതുപോലെ തന്നെയല്ലേ സൂര്യനും? തന്റെ പകരക്കാരനായ ചന്ദ്രനു വേണ്ടി സൂര്യനും ഒരിക്കലും കാത്തു നിൽക്കാറില്ലല്ലോ. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നെനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ഈ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ഈ സാഗരം സാക്ഷിയാക്കി ഞാൻ സാറിനോടൊരാഗ്രഹം പറഞ്ഞാൽ സാറ് സാധിച്ചു തരുമോ? എന്റെ ഭാര്യക്ക് പോലും അറിയാത്തൊരു സത്യം ഞാൻ സാറിനോട് പറയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് സാറൊരു അഭിപ്രായം പറയണം. പേടിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ. സാറേ,
ഒരു കാര്യം കൂടി. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതങ്ങ് കീറി കളയണം. നാറ്റിക്കരുത്. ശരി